പാലോ പാൽ ഉൽപ്പന്നങ്ങളോ ഇല്ലാത്തൊരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. രാത്രി ഉറങ്ങാൻ നേരത്ത് ഒരു ഗ്ലാസ് പാല് കുടിപ്പിക്കാതെ മക്കളെ ഉറങ്ങാൻ സമ്മതിക്കാത്ത മാതാപിതാക്കളും ഏറെയാണ്. പണ്ട് നാട്ടിൻപുറങ്ങളിൽ നാടൻ പശുവിന്റെ പാലുകൾ സുലഭമായിരുന്നു. എന്നാൽ ഇന്നതിന്റെ ലഭ്യത കുറഞ്ഞു. കൂടുതൽ പേരും പാക്കറ്റ് പാലുകളാണ് ഉപയോഗിക്കുന്നത്. പാക്കറ്റ് പാലാണെങ്കിലും ഉപയോഗിക്കും മുമ്പ് നന്നായി തിളപ്പിക്കുക എന്നതാണ് നമ്മുടെ ശീലം. എന്നാൽ എല്ലാ പാക്കറ്റ് പാലുകളും തിളപ്പിച്ച് കുടിക്കേണ്ടതില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. പാക്കറ്റ് പാലുകൾ നിശ്ചിത താപനിലയിൽ ചൂടാക്കിയ ശേഷം അണുവിമുക്തമാക്കിയതിനെയാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. പാസ്ചറൈസ്ഡ് പാലാണോ എന്നത് പാക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള പാല് തിളപ്പിക്കേണ്ട കാര്യമില്ല. ഇത് തിളപ്പിച്ചില്ലെങ്കിലും കുടിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പാസ്ചറൈസ് ചെയ്യുന്നതിലൂടെ പാലിലുണ്ടാകുന്ന ഈക്കോളി, കോക്സിയെല്ലെ, ലിസ്റ്റീരിയ, കാംബിലോബാക്ടർ തുടങ്ങിയ അപകടകാരികളായ ബാക്ടീരിയകളെയും വൈറസുകളും നശിപ്പിക്കപ്പെടും. കൂടാതെ പാല് കേടുകൂടാതെ ഇരിക്കാനും ഇത് സഹായിക്കും. പാല് ചൂടോടെ കുടിക്കണമെന്ന് നിർബന്ധമുള്ളവർക്കോ കുട്ടികൾക്ക് കൊടുക്കുന്നവരോ പാല് ഒന്ന് വെറുതെ ചൂടാക്കിയാൽ മതി. തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പാസ്ചറൈസ് ചെയ്ത പാല് 10 മിനിറ്റിൽ കൂടുതൽ തിളപ്പിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന പല വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും അളവ് കുറയും. 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പാക്കറ്റ് പാല് തിളപ്പിക്കുമ്പോൾ വിറ്റാമിൻ B1, B3, B6, ഫോളിക് ആസിഡ്, വിറ്റാമിൻ D എന്നിവയുൾപ്പെടെ പല വിറ്റാമിനുകളും നഷ്ടമാകുമെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. എന്നാൽ പാസ്ചറൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ശരിയായ രീതിയിൽ സംഭരണം നടന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ അവ നന്നായി തിളപ്പിക്കുക തന്നെ വേണം. ഇതിനു പുറമെ പാലിന്റെ പാക്കറ്റിൽ എന്തെങ്കിലും കേടുപാടുകൾ തോന്നുന്നുണ്ടെങ്കിലും തിളപ്പിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അതുപോലെ തന്നെ പാക്കറ്റുകളിൽ ലഭിക്കുന്ന ഫുൾ ക്രീം പാലും നന്നായി തിളപ്പിച്ച് ഉപയോഗിക്കണമെന്നും ഡോക്ടർമാർ പറയുന്നുണ്ട്. അതേസമയം കറന്നെടുത്ത പാലാണെങ്കിൽ നന്നായി തിളപ്പിച്ച ശേഷം മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുക.